നമ്മുടെ കിം ദേ പോങ് ഹാൻയാങ് ടീമിൽ നിന്നും ഡെയ്സുങ് ടീമിലേക്ക് പോയി എന്ന വാർത്തയിലൂടെയാണ് ദ വിന്നിംഗ് ട്രൈയുടെ എപ്പിസോഡ് 3 ആരംഭിക്കുന്നത്. സത്യത്തിൽ ഈ മാറ്റം വൈസ് പ്രിൻസിപ്പളും പരിശീലകനുമായ കിം ആസൂത്രണം ചെയ്ത മറ്റൊരു പദ്ധതിയായിരുന്നു. ടീമിൽ അംഗങ്ങളില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് തന്നെ ഗാറാമിനെയും ടീമിനെയും പിരിച്ചുവിടാൻ അടുത്ത കളിയുമായി വരികയായിരുന്നു വൈസ് പ്രിൻസിപ്പൽ. ടീമിൽ കളിക്കാരില്ല എന്ന് പറയുന്ന നേരം തന്നെ തന്റെ കയ്യിൽ ഒരു പ്ലെയർ ഉണ്ടെന്നും സെക്കൻഡ് സെമസ്റ്റർ പരിപാടിയിൽ താൻ അവനെ കൊണ്ടുവരുമെന്നും ഗാറാം പറയുകയാണ്. സെക്കൻഡ് സെമസ്റ്ററിനാകട്ടെ ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. റഗ്ബി ടീം അംഗങ്ങൾ ആകെ പരിഭ്രാന്തിയിലാണ്. സിയോങ് ജുങ് തേ പുങ്ങിനെ കണ്ടെത്തി അവനെ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഗാറാമിന് മറ്റൊരു പ്ലാനുണ്ട്. അദ്ദേഹം സിയോങ് ജുങ്ങിനെ തേ പുങ്ങിന്റെ അടുത്തേക്ക് പോവാതെ തടയുകയാണ്. ഓരോ ടീം അംഗങ്ങളുടെയും നിലവിലെ ശാരീരികക്ഷമത പരിശോധിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. നമുക്ക് വേണ്ടത് വലുതും വേഗതയേറിയതുമായ ഒരു കളിക്കാരനെയാണെന്ന് ഗാറാം മനസ്സിലാക്കുന്നു. പ്രിൻസിപ്പലിന്റെ കാർഡ് ഉപയോഗിച്ച് ഗാറാം ഡാറ്റ റൂമിന്റെ അകത്ത് കടക്കുന്നുണ്ട്. സ്കൂളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടില്ലാത്തതിനാൽ ഗാറാമിന് സത്യത്തിൽ അതിനുള്ളിൽ കടക്കാനുള്ള അവകാശമില്ല. നിർഭാഗ്യവശാൽ അവന് വേണ്ട ഡാറ്റ ഇരിക്കുന്ന ക്യാബിനറ്റ് പൂട്ടിയിരിക്കുകയുമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് തന്നെ വൈസ് പ്രിൻസിപ്പൽ അങ്ങോട്ട് വരികയും ഗാറാമിനെ കയ്യോടെ പിടികൂടുകയും ചെയ്യുന്നു. അതേസമയം ഗാറാം റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളിക്കാരനെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി നഗ്യൂൻ ഇജിയോട് അന്വേഷിക്കുന്നു. ഇജി ഗാറാമിനോട് ഇപ്പോൾ വലിയ അടുപ്പമില്ലാത്തതിനാലും അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തതിനാലും അവൾ ഒഴിഞ്ഞുമാറുകയാണ്. ഇജി അവനെ അവഗണിക്കുകയും വ്യൂജിനെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് സിയോൾ ഹ്യൂൻ പരിശീലനം ആരംഭിക്കാൻ എത്തുന്നത്. സിയോൾ ഹ്യൂൻ വ്യൂജിനടുത്ത് പരിശീലനം നടത്താൻ നിർബന്ധിതയാകുന്നു. അത് അവളെ അസ്വസ്ഥയാക്കുന്നുണ്ട്. വൂജിൻ വേഗത്തിൽ തന്റെ അവസാന ഷോട്ടുകൾ എടുക്കുകയും അന്നത്തെ പരിശീലനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഗാറാമും ഇജിയും ഇപ്പോഴും മിണ്ടാത്തതുകൊണ്ടും ധൈര്യം സംഭരിച്ച് ഷൂട്ടിംഗ് ക്ലബ്ബ് മുറിയിലേക്ക് ഗാറാം കടക്കുന്നു. ഇജി പരിശീലന മുറിയിലാണ്. അതിനാൽ ഗാറാം അവളുടെ അനുവാദം ചോദിക്കാതെ താക്കോൽ മോഷ്ടിക്കുന്നു. ചോദിച്ചാൽ അവൾ തരില്ല എന്ന് ഗാറാമിന് അറിയാം. എന്നാൽ ഷൂട്ടിംഗ് കഴിഞ്ഞു വരുന്ന ഇജി ഓഫീസിലെ CCTVയിൽ ഒരാൾ ഡാറ്റ റൂമിലേക്ക് പ്രവേശിക്കുന്നത് കാണുന്നു. അവൾ അലാറം മുഴക്കി തന്റെ BB തോക്ക് എടുത്ത് ഡാറ്റ റൂമിലേക്ക് ഓടുകയാണ്. സ്കൂൾ മുഴുവൻ പരിശീലകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഡാറ്റ റൂമിലേക്ക് പോകുന്നു. പോലീസും സ്ഥലത്തെത്തുന്നു. അങ്ങനെ ഗാറാമിനെ അറസ്റ്റ് ചെയ്യുന്നു. മൊഴി നൽകാൻ ഇജി അദ്ദേഹത്തോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പ്രശ്നം പരിഹരിച്ച ശേഷം ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഹാൻയാങ്ങിലേക്ക് തിരിച്ചു വന്നതിന്റെ കാരണം ചോദിക്കുകയാണ് ഇജി. കാരണം ഗാറാമിന് മറ്റേതെങ്കിലും സ്കൂളിൽ പോകുകയോ ഒരു പ്രോ ടീമിൽ ചേരുകയോ ചെയ്യാമായിരുന്നല്ലോ. ഇങ്ങോട്ട് തന്നെ എന്തിനാണ് വന്നതെന്ന് ഇജി ചോദിക്കുന്നു. എന്നാൽ ഇജി അവിടെയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നത് എന്ന് പറയുന്നു. മാത്രമല്ല കൂടെ റഗ്ബി കളിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഗാറാം പറയുന്നു. ഇതെല്ലാം കേട്ട ഇജി അവിടെ നിന്നും പോവുകയാണ്. പക്ഷേ അവന്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ നിന്നും പോയില്ല. പിറ്റേന്ന് രാവിലെ വൈസ് പ്രിൻസിപ്പൽ ഇജിയോട് ഗാറാം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഗാറാം ഒളിച്ചോടുകയാണെന്ന് കരുതി റഗ്ബി ടീമിന്റെ ബജറ്റ് അനുവദിക്കുന്നതിനായി ഒരു പുതിയ ബജറ്റ് തയ്യാറാക്കാൻ വൈസ് പ്രിൻസിപ്പൽ ഷൂട്ടിംഗ് പരിശീലകരോട് ആവശ്യപ്പെടുന്നു. ഗാറാം ഒരു പുതിയ കളിക്കാരനെ റിക്രൂട്ട് ചെയ്യാൻ പോയിരിക്കുകയാണെന്ന് ഹ്യോങ് നാം യാദൃശ്ചികമായി സൂചിപ്പിക്കുന്നു. ഭയന്ന് വൈസ് പ്രിൻസിപ്പലും നഗ്യൂനും വീണ്ടും ക്യാബിനറ്റ് പരിശോധിച്ച് അവൻ ഏതെങ്കിലും ഫയൽ കൊണ്ടുപോയോ എന്ന് പരിശോധിക്കുന്നുണ്ടെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം തന്റെ പുതിയ പ്ലെയർ അന്വേഷിച്ച് ഗാറാം വന്നിരിക്കുകയാണ്. കുറച്ച് സമയമെടുത്താണെങ്കിലും പ്ലെയറിന്റെ വീട് കണ്ടെത്തുന്നുമുണ്ട്. എന്നാൽ ഗാറാം റഗ്ബിയിലെ മറ്റൊരു ഇതിഹാസ താരമായിരുന്ന റിനോയെ കണ്ടുമുട്ടുകയാണ്. കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് റിനോയുടെ കരിയർ അവസാനിച്ചതായിരുന്നു. ഇപ്പോൾ റിനോ തന്റെ മകന്റെ ഒപ്പം ഒരു റെസ്റ്റോറന്റ് നടത്തുകയാണ്. റഗ്ബിയുമായി ഒരു ബന്ധവും വേണ്ട എന്ന് തീരുമാനിച്ചതിനാൽ തന്റെ മകനെ വിടാൻ റിനോ തയ്യാറായില്ല. എന്നാൽ ഗാറാം ഉങ്ങിനെ ഹാൻയാങ്ങിലേക്ക് തിരികെ കൊണ്ടുവരാൻ പല വഴികളും ശ്രമിക്കുന്നു. ഗാറാം ഭക്ഷണം ഓർഡർ ചെയ്യുകയും ഉങ്ങിനെയും റിനോയെയും ദേശീയ റഗ്ബി ടീമിന്റെ പരിശീലന സെഷനിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഉങ്ങിന് ടീമിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിലും അച്ഛന്റെ അനുമതിയില്ലാതെ അവൻ വരില്ല എന്ന് ഗാറാമിനോട് തറപ്പിച്ചു പറയുന്നുമുണ്ട്. തന്റെ പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ട് വണ്ടി ഓടിക്കുമ്പോൾ റിനോയ്ക്ക് ഒരു അപകടം ഉണ്ടാകുകയും ഗാറാം ഉങ്ങിനെയും കൂട്ടി റിനോയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഉങ്ങിനെ സ്പോർട്സ് കളിക്കാൻ പ്രേരിപ്പിച്ചതിനും എല്ലാം വീണ്ടും ഓർമ്മിപ്പിച്ചതിനും റിനോ ഗാറാമിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. എന്നാൽ ഗാറാം എല്ലാം ക്ഷമിക്കുകയാണ്. അവരുടെ കരിയറിനെ കുറിച്ച് സത്യസന്ധമായ സംഭാഷണം നടത്താൻ ഗാറാം റിനോയെ നിർബന്ധിക്കുന്നു. തന്റെ അവസാന മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത്യാഗ്രഹമാണ് തന്റെ കരിയർ നശിപ്പിച്ചതെന്ന് ഗാറാം സമ്മതിക്കുന്നു. അന്ന് തന്നെയോ സഹതാരങ്ങളെയോ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കാനും തുടങ്ങി. റിനോയും ഇതേ കാര്യം ചെയ്തതായി ഗാറാം ആരോപിക്കുന്നുണ്ട്. അവരുടെ കരിയർ അവസാനിച്ചത് കഴിവോ കളിയോ കൊണ്ടല്ല, മറിച്ച്
അവർ റഗ്ബി തെറ്റായി കളിച്ചതുകൊണ്ടാണ്. അതിനാൽ സ്വന്തം തെറ്റുകൾ കാരണം റിനോ ഉങ്ങിനെ പിടിച്ചു നിർത്തരുത് എന്ന് ഗാറാം പറയുന്നുണ്ട്. അടുത്ത ദിവസം ഉങ്ങിനോട് അവന്റെ ഇഷ്ടങ്ങൾ പിന്തുടരാൻ പറയുകയാണ് റിനോ. ഇതോടെ ഗാറാമിനെ ഉങ്ങിനെ ഹാൻയാങ്ങിലേക്ക് തിരികെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. അങ്ങനെ സെക്കൻഡ് സെമസ്റ്റർ പരിപാടി ആരംഭിക്കുകയാണ്. ഗാറാം ഇതുവരെ തിരിച്ചെത്താത്തതിനാൽ റഗ്ബി ടീം അംഗങ്ങൾ ഉത്കണ്ഠാകുലരായിരിക്കുന്നത് കാണാം. ഗാറാം ഇത്ര നേരമായിട്ടും വരാത്തതിനാൽ വൈസ് പ്രിൻസിപ്പൽ ഹാപ്പിയാണ്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുതിയ റഗ്ബി ടീം കളിക്കാരനായ ഉങ്ങിനൊപ്പം ഗാറാമും സിയോക് ബോങ്ങും അങ്ങോട്ട് കടന്നു വരികയാണ്. റഗ്ബി ടീം അങ്ങനെ വീണ്ടും നിലനിൽക്കുമെന്ന് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്.